ദേവൂട്ടിയുടെ ഞാൻ എൻ്റെ തലയിൽ നോക്കി തരാൻ പറഞ്ഞു. അവളെ മുടിയൊക്കെ ഞാൻ ചീ കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ തലയിലൊന്ന് നോക്കിത്താന്ന്. നോക്കുന്നുണ്ടോ? എന്നാ നോട്ടോ? എടോ ഒന്ന് ചീവിത്താടോ. ഏതാ അത്? താര അല്ല, നര. ഞാൻ നര വെച്ചതല്ലല്ലോ, നര വന്നതാണല്ലോ. വയസ്സാവുമ്പോ നരയ്ക്കുമ്പോ വയസ്സാവും. ആഹാ, അത് കൊള്ളാം. എന്നാ ഒരു കാര്യം ചെയ്യും, നീ വേഗം പഠിച്ച വലിയ കുട്ടിയായി ജോലി കിട്ടിയിട്ട് അതെ അതെ, നീ എന്നെ വേഗം കല്യാണം കഴിപ്പിച്ചു വിടണം കേട്ടോ. അതെന്തേ? സമാധാനായനെ. അപ്പൊ നീ കല്യാണം കഴിച്ചു പോകുന്നില്ലേ? അതെന്നാ കല്യാണം കഴിച്ച അമ്മേനെ പറഞ്ഞ് ചരിച്ചു പോവാനല്ലേ? അമ്മേനെ അങ്ങനെ എല്ലാരും അങ്ങനെ ആവൂല ദിവസേ. ദൈവം നല്ല രീതിയിൽ ജോലിയൊക്കെ കിട്ടി നല്ല ഇതാകുമ്പോൾ ദൈവം നല്ലൊരു ജോലിക്കാരൻ വന്ന് കല്യാണം കഴിക്കും. അപ്പോൾ ദൈവം തനിയമ്മയെ നോക്കുമോ? അപ്പോൾ ദൈവനെ കെട്ടിക്കൊണ്ടുപോകുന്നു പറയുന്നു. അമ്മയെ നോക്കൊന്നും വേണ്ട, അമ്മേനെ വേറെ അനാഥ മന്ദിരത്തിലോ വൃദ്ധസദനത്തിലോ കൊണ്ടുപോയി ആക്കുന്നവരെ ദൈവം എന്ത് പറയും? നീ കൂടെ നിൽക്കുമെന്ന് പറയോ? അപ്പം മോളെ ഭർത്താവ് പറയുന്നു അത് പറ്റൂല, നീ എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ അമ്മയെ അവിടെ കൊണ്ടാക്കിയിട്ട് നീ എൻ്റെ കൂടെ വന്നാൽ മതി. ദൈവം എന്ത് പറയും? ആണോ? അപ്പം നീ അല്ലേ പറഞ്ഞ കല്യാണം കഴിക്കൂലെന്ന്, പിന്നെ ഇപ്പം എന്താ നീ വേറെ റൂട്ടൊക്കെ മാറ്റുന്നത്? ചരിച്ചു പോവാനല്ലേ വേണ്ട മോളെ. എനിക്ക് അങ്ങനെ ഒരു ജീവനം വേണ്ട. എനിക്ക് എൻ്റെ ജീവനം പോയി ജീവിച്ചു പോയിക്കോട്ടെ. എനിക്ക് എന്താ വേണ്ട? അപ്പൊ നീ കെട്ടുന്നില്ല? അപ്പൊ നീ മരണം വരെ എൻ്റെ കൂടെ ഉണ്ടാവും, ഉറപ്പായിരുന്നല്ലോ. അപ്പൊ എല്ലാരും കേട്ടല്ലോ, നമ്മുടെ ദീപുട്ടി കല്യാണം കഴിക്കത്തില്ല പോലും. അവള് വേഗം എന്നെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന പറഞ്ഞത്. ജോലി കിട്ടി പൈസയായിട്ട് അവളെ എന്നെ വേഗം കെട്ടിച്ചു വിടുന്ന പറയുന്നത്. അയ്യോ, കിട്ടിയിട്ടും കാര്യമില്ലല്ലോ. കിട്ടിയിട്ടും കാര്യമില്ലല്ലോ മുടി. ഭയങ്കര ലോജിക്കൊക്കെ അതേ പറഞ്ഞ. കെട്ടിയിട്ടും കാര്യമില്ലല്ലേ, ഈ മുടിയിൽ കെട്ടിയിട്ടും കാര്യമില്ലല്ലോ. നേടി നീ എന്നാ സാധനറിയോ? നീ ഉണ്ടല്ലോ ഭയങ്കര കള്ളിയാണ്. അപ്പം നമ്മുടെ ദൈവം, അയ്യോ എൻ്റെ തലയിൽ നോക്ക്, എൻ്റെ തലയിൽ നോക്ക്. ഇവിടെ കള്ള നോട്ടമൊക്കെയാണ് നോക്ക് കേട്ടോ. ചുമ്മാ ചീപ്പോണ്ട് എൻ്റെ ചീവയിൽ ചീവി കഴിഞ്ഞ്. ഞാനൊക്കെ കുഞ്ഞിൽ എൻ്റെ അമ്മയുടെ തലയിലൊക്കെ നല്ലോണം നോക്കി കൊടുക്കുമായിരുന്നു. സോപ്പിടും. സോപ്പിടുക എന്ന് പറയുന്നത് അമ്മയുടെ തലയിൽ നോക്കി പേനൊക്കെ എടുത്ത് കൊടുത്തിട്ടാണ് സോപ്പിടുക. എന്നിട്ട് മെല്ലെ ചോദിക്കും, അമ്മേ ഞാനേ സുഷമേൻ്റെയും ജിഷേച്ചീൻ്റെ ഒക്കെ കൂടെ പൂ പറിക്കാൻ പോയിക്കോട്ടെ അല്ലെങ്കിൽ കളിക്കാൻ പോയിക്കോട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പം അമ്മ തലയിൽ നോക്കി കൊടുക്കുമ്പോഴല്ലേ ചോദിക്കുക. അന്നേരം പറയാം ആ പോയിക്കോന്ന് പറയും. സമ്മതം കിട്ടൽ ഒറ്റൊരോട്ടമായിരിക്കും തന്നെ അമ്മ. പിന്നെ ഞങ്ങൾ പറമ്പ് നിറച്ചുകൂടി നടന്ന് അമ്മാളുവിൻ്റെ പറമ്പിൽ പോയി എന്താ പറയുക പുളിയും പറിച്ച് അതൊക്കെ ഒരു രസമായിരുന്നു. ഞാനേ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നമ്മുടെ കിണറിൻ്റെ അവിടെ താറപ്പായ കെട്ടിയേ. അപ്പോൾ ഈ താറപ്പായ എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞ കയറ് വേണം എന്ന്. അപ്പം ഞാനെന്ത് ചെയ്തെന്നറിയോ, ഇതുകൊണ്ട് ചൂടി ഇതാ പറഞ്ഞ ചൂടിയോന്ന് ചോദിച്ചു. അപ്പം നമ്മളെ നാട്ടിലേക്ക് കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരം അങ്ങോട്ടൊക്കെ പറയണത് ഇതിന് ചൂടി എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടേക്ക് ചൂടി എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല. ഇവിടെ കയറ് എന്താ പറയുന്നത് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മളവിടേക്ക് ഇതിനെ ചൂടി എന്ന് പറയും. എനിക്കറിയാം മോളെ. മോളെ അമ്മേ അമ്മ സ്കൂളിൽ പോകാത്ത മടിയായിരുന്നു.
അയ്യോ അത് പറഞ്ഞതാട്ടാ. മതിയായി സത്യം. അമ്മ പിടിച്ച് തള്ളി പോതിന് ആ ആ ആ എൻ്റെ മുടി ഇന്നേ എന്നെ പേരാമ്പ്ര എവിടെ നിന്നായിരുന്നു? അയ്യോ പേരാമ്പ്രന്ന് ഒരു ചേച്ചി വിളിച്ചേ, ഒരു ആൻറ്റി വിളിച്ചു, സംസാരിച്ചു. ആ ചേച്ചിയുടെ പേര് ജിൻസി എന്നാണ്, വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര് മിനി എന്നാട്ടോ. അന്നേരം ദേവ് പറഞ്ഞു, ദേവ് ഇതിനെ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞായിരുന്നു എൻ്റെ അമ്മയെ വീട്ടിൽ നിന്ന് അപ്പൂപ്പ വിളിക്കുന്ന പേര് മിനി എന്നാണെന്ന്. ദേവു നോക്കുന്നില്ല? അയ്യോ ഇന്ന് സിനിമയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ദേവൂട്ടീനെ നേരെന്ന് പറഞ്ഞ സിനിമ കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. കഴക്കൂടത്താണ്, കൃഷ്ണ തിയേറ്ററിൽ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ പോകുന്നുണ്ട്. അല്ല ദിവസേ അത് പറഞ്ഞില്ലല്ലോ. അത് പറയാത്ത എന്നാ? ഇന്ന് വൈകുന്നേരം എവിടെയാണ് പോണേ? ഇങ്ങോട്ട് നോക്കിയിട്ട് പറ. ഏത് സിനിമ? ലാലേട്ടൻ്റെ സിനിമയുടെ പേരെന്താ? ഒടിയനോ? എൻ്റെ കുറച്ചോനെ, ഇവള് ചെവിയോണ്ട് തന്നെയല്ലേ കേട്ടെ. ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു പേര്. കുടിയനോ? മോഹൻലാലിന്റെ സിനിമയുടെ പേരോ? നീ ഒടിയൻ എന്നുള്ളതിനാണോ കുടിയൻ എന്ന് പറയുന്നത്? എൻ്റെ ദൈവമേ, മോഹൻലാൽ കേൾക്കണ്ട കേട്ടോ. ഇന്നത്തെ സിനിമയ്ക്ക് ഏതാ പോണേ? നേരത്തിലോ? നേരെന്നാണ് സിനിമയുടെ പേര്. ദൈവമേ, ഈ ദൈവനെ കൊണ്ട് ഞാൻ തോറ്റിട്ടോ. നേരെന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഞങ്ങളിന്ന് വൈകുന്നേരം പോകുന്നുണ്ടേ. അല്ലേ ദിവസ? ആ ഇതെന്തോടോ ഇതിലേക്ക് നോക്കാതെ കള്ളത്തരം കൊണ്ടിരിക്കുന്നേ? എന്തോ കള്ളത്തരമുണ്ട്. അപ്പം നമ്മുടെ ദേവൂട്ടി വലിയ ജോലിയൊക്കെ ഇട്ട് വലിയ കുട്ടിയാകുമ്പോൾ അവൾ കല്യാണം കഴിക്കത്തില്ല, അവൾ എന്നെ നോക്കി ജീവിക്കുന്ന പറയുന്നത്. ഈ വാക്ക് ഇവൾ തെറ്റിച്ചാൽ നിങ്ങൾ പ്രേക്ഷകർ വന്ന് നമ്മുടെ ദേവൂട്ടിയോട് ചോദിക്കണം, ദേവൂട്ടി നീ അമ്മയെ ചതിച്ചല്ലേന്ന്. ഇങ്ങോട്ട് നോക്ക് അല്ലേ? പരിയും ഇപ്പം പരിയും ആൾക്കാർ. അപ്പോൾ നമ്മൾ നാളെ എന്താ? നാളെ ഒന്നുമില്ല. വെള്ള നൂല് തലയിൽ വെച്ച അമ്മ മരിച്ചു പോകുന്ന കാര്യമായിട്ട്. അല്ല വെള്ള ചതിൽ കാലി കെട്ടി എന്താവും? ഒന്നും ആവൂല. അല്ലേ? ഇവളില്ലേ സീരിയലായാലും സിനിമ ആയാലും എല്ലാവരും കാലിൽ നോക്കിയിട്ട് എന്തുകൊണ്ട് അമ്മ അവരെ കാലിൽ കറുത്ത ചരടുണ്ട്, അവരെ കാലിൽ കറുത്ത ചരടുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു തരും. ഇന്ന് ഏതായിരുന്നു സീരിയൽ ഏതോന്ന് കണ്ടപ്പോൾ അതിലും പറയുന്നുണ്ട്, കുടുംബശ്രീ ശാരദയിൽ. എന്തുകൊണ്ട് അമ്മ അവരെ കാലിൽ കറുത്ത ചരടുണ്ടെന്ന്. ആ നെറ്റിലോ? എന്തൊക്കെയാ ദൈവം പറയുന്നേ? നെറ്റല്ല, യൂട്യൂബ്. എന്തോന്നാ? യൂട്യൂബ് അല്ലടി, യു. നീ പറഞ്ഞ സാധനം അതാ തേങ്ങാക്കൊല. അയ്യോ വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര ചൂടാണ് നമുക്ക് ഇവിടെ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. നമ്മുടെ നേരത്തെ ഇതിലെ വന്ദേ ഭാരത് പോയായിരുന്നല്ലേ ദൈവം? വന്ദേ ഭാരത്. ഇതൊരു പാട്ട് പഠിക്കുക ദൈവം. രാവിലെ എപ്പോഴാന്ന്? രാവിലെ അയ്യോ നേരത്തെ ഭയങ്കര കോമഡി നടന്നത് ഇവിടെ. ഞങ്ങള് മോളെ മുടി വിട്. നമ്മുടെ കുട്ടു ഭയങ്കര കൊരന്ന് വെച്ചാൽ അത് ആ പുറകിൽ അവിടെ മരം കണ്ടോ? അവിടെ ആ മരത്തിൻ്റെ അതിനുള്ളിലോട്ട് പോയിട്ട് നമ്മളെ കുട്ടു ഭയങ്കര കുരച്ചിട്ട് അവൻ അതിനകത്ത് പോയിട്ട്, അപ്പോൾ അവൻ്റെ കളി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പാമ്പാണെന്ന്. പാമ്പുള്ളത് കൊണ്ട് തന്നെ അവനങ്ങനെ കുരയ്ക്കുന്നവന്. അപ്പോൾ ലൂപ്പിക്കും മണം കിട്ടി. അപ്പോൾ ലൂപ്പി ഇവിടുന്ന് ഭയങ്കര ബഹളം അപ്പുറത്തോട്ട് പോകാൻ. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്തു, എനിക്ക് പേടിയായിട്ട് ഞാൻ എൻ്റെ അനിയനെ വിളിച്ചു. എടാ വേഗം അവിടെ പാമ്പുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ്. കുട്ടു ഭയങ്കര ആ മരത്തിനുള്ളിലോട്ട് പോയിട്ട് വന്നു. അനിയൻ കടയൊക്കെ അടച്ചോടി വന്ന് നോക്കിയപ്പോൾ ഞാനിവിടെ നിന്ന് ആ മരത്തിനിടയ്ക്കൊക്കെ തീയിട്ട്, പാമ്പാണെങ്കിൽ ഇറങ്ങി ഓടുമല്ലോ പോകൊണ്ട്,
ഒരു ഓട്ടവും ഇല്ല. കൊറേ കഴിഞ്ഞ് അവൻ അവിടെ കയറി ആ മരമൊക്കെ അവനിങ്ങനെ കഥ അറിയില്ലേ? അപ്പൊ മാമനെ പണ്ട് കാലത്തേനും എന്റെ കല്ല് വെച്ച് എഴുതി കൊടുക്കും. അയ്യോ ഇത് എന്റെ കഴുത്ത്. അങ്ങനെ അവനത് ആ മരമൊക്കെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഇട്ടപ്പോണ്ട് എൻ്റെ ദൈവമേ വലിയൊരു പെരിച്ചാഴി. ഞങ്ങൾ പാമ്പിനെയും പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങൾ ഇതുകൊണ്ട് ഓടുന്ന പെരിച്ചാഴി ടപടപടപടാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ജീവനും കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഓടി രക്ഷപ്പെട്ട് അത് അതിൻ്റെ പാട്ടിന് പോയി. അങ്ങനെ ഒരു സംഭവം നടന്നു. പാമ്പാന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് പെരിച്ചാഴി ഇറങ്ങി ഓടേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം എന്തിനു പോകുന്നുണ്ട്? സിനിമയുടെ പേരെന്താ? പറ. നേര്. നീരല്ല കുഞ്ഞേ, നേ നേ. ആ നേര്. നേര് സിനിമ കണ്ടിട്ട് എന്ത് പറയാ? അഭിപ്രായം. 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 ആ അപ്പം വൈകുന്നേരം നമ്മൾ കൃഷ്ണ തിയേറ്ററിലാണ് പോകുന്നത് അല്ലേ? അപ്പം എല്ലാവർക്കും ഒരു പാട്ട് പഠിക്കാൻ നീവു. ചന്ദനക്കാറ്റേ കുളിക്കൊണ്ടുവാ. ഈ പാട്ട് പാടിയിട്ടില്ല. ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, മുറിവേറ്റ പൈങ്കിളിക്കൊരു സ്വരരാഗ കൽപ്പകത്തിൻ താളി കൊണ്ടുവാ. ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ ഓർത്തിരുന്നു നിന്നെ കാത്തിരുന്നു ഞങ്ങൾ. ബാക്കി നീ പാട്. ഞാനും ചന്ദനക്കാറ്റേ. എന്റെ ദൈവമേ, എന്റെ മുടി ഇത് വേരോടെ പറിച്ചു കളയുന്ന ദേവുട്ടി. ചേടാ ചേട്ടാ. അപ്പൊ ദേവസ എല്ലാവർക്കും ബൈ പറ. ദേവു ബൈ പറ കുഞ്ഞ. ആ ഇതെടുത്ത് മാറ്റ, നൂലെടുത്ത് മാറ്റിക്ക. അങ്ങനെ ഇടരുത്, മാറ്റ്. ഛേ അങ്ങനെ വെക്കരുത്, നൂല് മാറ്റി. എന്നിട്ട് ബൈ പറ. ഹലോ എല്ലാവർക്കും നമസ്കാരം. ടാറ്റാ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റെയ്യണം, ഷെയർ ചെയ്യണം, വിളിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ അറിയാം. അപ്പം ഞങ്ങൾ വൈകുന്നേരം സിനിമയ്ക്ക് പോവാണ്. വൈകുന്നേരം അല്ല, ഉച്ചയല്ലടോ, ഇത് വൈകുന്നേരമാണ് പോണേ. അപ്പം എല്ലാവർക്കും നിർത്തടോ. നിർത്തഞ്ഞു. അയ്യോ നിർത്തൂല. ഉമ്മ ബൈ.